கோதம்பின் பாடத்தின் கனகப்பூ மணி கொண்டு வெதிക്കാൻ இடவெஞ்சில் பாட்டும் பேரி போனோரே ഒരു നേരം നിന്നെങ്കിൽ ഒരു നല്ല കഥ പറയാം സ്നേഹിച്ച അന്ന പെണ്ണിന്റെ ഒരു കഥ പറയാം കോതമ്പു പാടം കൊയ്യുന്ന നേരം കേൾക്കാന വന്ന് കാതിൽ മൂളി ഇഷ്ടമായി അന്നേ നീ കൊയ്ത്തുപാട്ട് ഇടയ്ക്കുള്ള ദൈവത്തിൻ പ്രാർത്ഥനയും കേൾക്കാന തന്നുടെ രണ്ടാം വധുവ അന്നേ അന്നവൻ പരിണയിച്ചു വയൽക്കിളി കളിയാക്കി പലരും ചൊല്ലി നാണം കൊണ്ട പെണ്ണ് കൊടുക്കുമ്പോൾ കേൾക്കാന തന്നുടെ രണ്ടാം ഭാര്യ അന്നയ്ക്ക് കുട്ടികൾ ചലിച്ചതില്ല അവസരം പാത്ത് തെന്നീനായും പുത്രനും അന്നായെ ചേർന്ന് കളിയാക്കി ദൈവത്തെ വിളിച്ചു കേണു അന്നാഥൻ പ്രാർത്ഥന ദൈവം കേട്ടു വിത്തു വീണ പാടത്ത് ഗോതമ്പ് വിളഞ്ഞപ്പം അന്നതൻ ഉള്ളിൽ ജീവൻ തുടിച്ചേ ശീലക്കാറ്റാഞ്ഞു വീശി മാനം തെളിഞ്ഞപ്പോൾ ഭവനത്തിൽ നിന്നൊരു കുഞ്ഞിന്റെ തേകൾ പൗർണമി ചേരിലൊരു ആൺകുഞ്ഞ് മുഖത്തോ ദൈവത്തിൻ ചൈതന്യം ഒഴുകുന്നു കുഞ്ഞിന്റെ ചേരു കണ്ട് പ്രായി നാട്ടുകാർ പലരും ദൈവത്തെ സ്തുതിച്ചിരുന്നു കന്നക്കെങ്ങനെ തേജസ്വിയായ ഒരു ആൺകുഞ്ഞ് കൂട്ടത്തിൽ പുരോഹിതൻ ഏലി ചൊല്ലി ദൈവത്തിൻ അനുഗ്രഹം ഇതു തന്നെ ഏൽക്കാന കുടുംബം ബലി നൽകാൻ പോകുമ്പോൾ അന്നായ കുഞ്ഞിനെ വിളിച്ചിരുന്നു ഇന്നു നമ്മൾ ദേവാലയത്തിൽ പ്രാർത്ഥനയ്ക്കായി പോകുന്നു ഇത് ദൈവത്തിൻ ദാനമല്ലേ നെഞ്ചു തുടിക്കുന്ന പെണ്ണ് ഉറക്കെ ചൊല്ലി പൈതലല്ലേ ഇവന്റെ ഉലക്കുടി മാറട്ടെ പിച്ച നടക്കാനായിരട്ടെ അന്നത്തെ വാക്കു കേട്ട് കേൾക്കാനൊരു സംശയം സാമുവേലിനെ ദൈവത്തിനായി സമർപ്പിക്കാനായി ഏറ്റതല്ലേ കാരണതയാ ദൈവം തന്നതല്ലേ ഭക്തയാം കണ്ണ ഭർത്താവിനോട് ചൊല്ലി വരുന്ന നാളിൽ കർത്താവിൻ സന്നിധിയിൽ സാമുവേലിനെ സമർപ്പിച്ചിടാം കൊയ്ത്തും പാട്ടും മേളവും ഉയർന്നു ഗോതമ്പു പാടങ്ങൾക്കിടയിലൂടെ കുടിമാറിയ പിച്ച നടക്കുന്ന കുഞ്ഞിനെ സമർപ്പിച്ച ശിലോയിലെ കോടവേ അന്നയവൾ തരിച്ചു നിന്നു ഇത്രയും നാൾ പാരാട്ടി വളർത്തിയ മകനെ പിരിയുവാനാകാതെ അവൾ തൻ മനം തികഞ്ഞു നെഞ്ചകം തകർന്നമ്മ നിലത്തിരുന്നു പൈതലെ നെഞ്ചോട് ചേർത്തു ചൊല്ലി നേർച്ചകൾ നേർന്നപ്പോൾ ലഭിച്ചതല്ലേ യഹോവയ്ക്കായി നിന്നെ സമർപ്പിച്ചു പോയി വർഷങ്ങൾ